പണ്ട് ഞാൻ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് എന്തായിരിക്കും കഴിക്കാൻ തന്നു വിട്ടിട്ടുണ്ടാകുമെന്നായിരിക്കും. ഉച്ചയ്ക്കത്തെ പാത്രമൊക്കെ തുറന്ന് അത് കഴിച്ച് തീർന്നു കഴിയുമ്പോൾ പിന്നെ ആലോചിക്കുന്നത് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും തിന്നാനെന്നായിരിക്കും. അങ്ങനെ എനിക്കായിട്ട് വേണ്ടി സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ ആരുമില്ല. കാരണം ഞാനിപ്പോൾ നന്ദുക്കുട്ടനെ ചെയ്യുന്ന പോലെ ചെയ്തു തരാനായിട്ട് എനിക്ക് എൻ്റെ അമ്മയില്ലായിരുന്നു. ഞാൻ 4ൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. പിന്നെ ഒരു വർഷം ഞാനും അച്ഛനും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. ആ ദിവസങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപൊളി. അമ്മയില്ലാത്തതിൻ്റെ വിഷമം ഉണ്ടെങ്കിലും ആ വിഷമം എന്നെ അറിയിക്കാതാണ് ആ ഒരു വർഷം അച്ഛനെ നോക്കിയത്. എന്നെ ഒന്ന് നുള്ളി പോലും നോവിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുമായിരുന്നു. പക്ഷേ ആ സന്തോഷവും അധികം നാൾ നീണ്ടു നിന്നില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനും മരിച്ചുപോയി. അതോടുകൂടി എൻ്റെ ജീവിതം ഏതെങ്കിലും കോൺവെൻറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഫനേജിലോ തീരേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ അപ്പച്ചിയാണ് പിന്നീട് എന്നെ നോക്കിയത്. ഇപ്പം ഞങ്ങൾ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ലെങ്കിലും ഞാൻ അവിടെ നിന്ന കാലത്ത് അപ്പച്ചി എങ്ങനെയാണ് അപ്പച്ചിയുടെ മക്കളെ നോക്കുന്നത് അതുപോലെ എന്നെ ഒരു സ്വന്തം മോളായിട്ട് തന്നെയാണ് നോക്കിയത്. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന പോലെ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് പോലും നമ്മുടെ കുഞ്ഞുമക്കളൊന്നും എവിടെ ആരെടുത്ത് പോലും സേഫ് അല്ല. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് കിട്ടാത്ത സ്നേഹമൊക്കെ ഞാൻ ഇപ്പം നന്ദുക്കുട്ടനെ കൊടുത്താണ് അവനെ വളർത്തുന്നത്. എനിക്ക് ആകെയുള്ളൊരു പ്രാർത്ഥന എനിക്ക് ചെറുപ്പത്തിലുണ്ടായ പോലുള്ളൊരു വിഷമം ദൈവം അവന് വരുത്തല്ലേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അവനെന്ന് മാത്രമല്ല ഒരു കുഞ്ഞുമക്കൾക്കും എനിക്ക് ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവം ഉണ്ടാവില്ലെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയാറില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന്. അച്ഛനും അമ്മയും ഉള്ള കാലത്ത് നമുക്ക് അവരെ വില മനസ്സിലാവത്തില്ല. പക്ഷേ അവരെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അവരെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരായിരുന്നെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നന്ദുക്കുട്ടന് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. അവന് സ്കൂളിലേക്കുള്ള ലഞ്ചും സ്നാക്സും എന്ത് വേണം, വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ എന്ത് വേണം എന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ചെയ്തു കൊടുക്കാറ്. ഞാനും അവൻ്റെ അച്ഛനും അവന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും അവൻ്റെ മുഖത്തുണ്ടാവുന്ന ചിരി, അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം.